ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് ആഫ്രിക്കൻ അടിമക്കച്ചവടം അഭിവൃദ്ധിപ്പെടുന്നത്. നീഗ്രോകളെ അവരുടെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചിറക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക അന്ന് പതിവായിരുന്നു. അവരെ കൂട്ടമായി വലിയ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ അയച്ചിരുന്നു. മാത്രമല്ല, അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിണിയിടുകയും മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഠിനവും ഹീനവുമായ ജോലികൾ ചെയ്യാൻ അവരെ ഉപയോഗിച്ചിരുന്നു. വില്യം വിൽബർഫോഴ്സ് എന്ന ഇംഗ്ലീഷുകാരനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അടിമക്കച്ചവടം നിർത്തലാക്കാൻ തന്നാലാവത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചുറച്ചു. ഇംഗ്ലീഷുകാർ നൂറ്റാണ്ടുകളായി യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നത്. തന്നെയുമല്ല, പല പാർലമെൻറ്റ് അംഗങ്ങളും വമ്പിച്ച ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ആയിരുന്നതുകൊണ്ട് അടിമക്കച്ചവടം അവസാനിച്ചു കാണാൻ അവരും ആഗ്രഹിച്ചില്ല. 1789 വിൽബർഫോഴ്സ് അടിമക്കച്ചവടത്തിനെതിരെയുള്ള ഉജ്ജ്വല പ്രസംഗം ആരംഭിച്ചത്. 1807 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതും നിരോധിക്കുന്ന നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. എങ്കിലും ആയിരക്കണക്കിന് നീഗ്രോകൾ അടിമകളായി തന്നെ അവശേഷിച്ചു. വിൽബർഫോഴ്സ് അടങ്ങിയിരുന്നില്ല. അദ്ദേഹം വീണ്ടും അടിമകളുടെ മോചനത്തിനായി യത്നിച്ചുകൊണ്ട് ഭൂഖണ്ഡങ്ങൾ അങ്ങോളം ഇങ്ങോളം അടിമത്തത്തിനെതിരായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. രോഗിയായി തീർന്നപ്പോഴും അദ്ദേഹം ഇത് തുടർന്നു. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിമകളുടെ അവരുടെ യജമാനന്മാരിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ശേഷം അവരെ വെറുതെ വിട്ടു. അടിമത്തത്തിനെതിരായ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് വിൽബർഫോഴ്സ് ലോകത്തോട് യാത്ര പറഞ്ഞു. എങ്കിലും പാർലമെൻറ്റ് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് അറിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ലോകം, ജഡം, പിശാച് എന്നിവയുടെ അടിമകളായി പാപത്തിന് കീഴിലായിരുന്നു നാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോടുള്ള വലിയ സ്നേഹത്താൽ ജഡശരീരം സ്വീകരിച്ച് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായി നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അവനിൽ വിശ്വസിച്ചാൽ നമുക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയും യേശു ക്രിസ്തു എന്ന നല്ലവനായ യജമാനനെ ലഭിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞതായിട്ടുള്ള ജീവൻ്റെ വില എല്ലായ്പ്പോഴും ദൈവം മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള പങ്കപ്പാടുകൾ കർത്താവെ അവിടുന്ന് പൂർണ്ണമായും വഹിച്ചല്ലോ ദൈവമേ. അവിടുന്ന് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.